അങ്ങനെ ഈസ്റ്ററിങ് എത്തിയല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിന് നാട്ടുകാർ പറ്റുള്ളൂ. അപ്പോഴും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ പ്രാവശ്യം ഈസ്റ്റർ ദുബായിൽ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈസ്റ്ററിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം എന്തൊക്കെയാ വേണ്ടാലോ? ബാ വരൂ ഗൈസ്. എഴുതാൻ പോ, രണ്ടുപേരും പോ. നിങ്ങ വരണുണ്ടാ? വരണുണ്ടാ? എന്നാ പോ, വരി വരിയായി പോ. പപ്പയുടെ പിന്നാലെ പോ. ചെരുപ്പിട്ടോ, ഓടിക്കോ. പോകുമ്പോ അങ്ങനെ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ദേ താഴെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ വണ്ടിക്കൊക്കെ നല്ല ചെളിയായിരുന്നു, അകത്തും പുറത്തൊക്കെ കേട്ടോ. അപ്പോൾ ചാച്ചൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി അത് നന്നായിട്ട് അങ്ങ് കഴുകി അങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട്. ചവിട്ടി കൂട്ടല്ലേ മക്കളെന്നും പറഞ്ഞിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റണത് കേട്ടോ. ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇവരുടെ കയ്യിലൊരു ബിസ്ക്കറ്റോ മിഠായി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വണ്ടിക്കകത്തിരുന്ന് കഴിക്കുന്ന സ്വഭാവം ഉണ്ടേ. അപ്പോൾ അങ്ങനെ കഴിച്ച താഴെ വീഴ്ത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ചാച്ചൻ കയറ്റിയിരുത്തിയത് കേട്ടോ. അങ്ങനെ ഒരാളതേ കാർ സീറ്റിലങ്ങ് ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇരിക്കാനും കാല് നിവർത്താനൊന്നും പറ്റാണ്ടായി കഴിഞ്ഞ ഒച്ചയും ബഹളമായിരുന്നു. അങ്ങനെ ആ സീറ്റൊക്കെ മുന്നിലേക്ക് ആക്കി ഒരു കണക്കിന് അതിൽ ഇരുത്തി ഇതേ നമ്മൾ നെസ്റ്റോയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ട്രോളി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ പാർക്കിങ്ങിലേക്കും കൊണ്ടുപോകാമല്ലോ, ഇവന്മാരെ ഇരുത്തുകയും ചെയ്യാം. അങ്ങനെ ദേ ഡോണുവിനെ കയറ്റി ഇരുത്തിട്ടോ. ഡോണുവിനെ കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോൾ ഏതപ്പനും ഇരിക്കണം. ഏതപ്പനും അതേപോലെ വലിയ ട്രോളി വേണം. ഈ രണ്ട് വലിയ ട്രോളി ഉന്തിക്കൊണ്ട് നടക്കുന്ന കാര്യം നടക്കില്ലല്ലോ. അത് കാരണം അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. കുറച്ച് നേരം മൈൻഡാക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ആശാൻ ഓക്കെ ആയിട്ടോ. അങ്ങനെ നമ്മളിതേ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങണുള്ളൂ. മുമ്പൊക്കെ ചവറ് പോലെ കണ്ണി കാണുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുള്ളൂ. അങ്ങനെ ഇറച്ചി മീനിൻ്റെ ആ സെക്ഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ അപാര തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി വന്നു. ക്ലീൻ ചെയ്യാൻ നിന്നില്ല, കാരണം ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും വീട്ടിൽ പോകാൻ പറ്റൂല. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ താറാവ് നോക്കി കഴിഞ്ഞപ്പോൾ താറാവില്ല. ഇപ്പോൾ ഈ വാറിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം ഒരുപാട് സാധനങ്ങൾ എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താറാവ് കിട്ടിയില്ല. താറാവില്ലാത്തൊരു ഈസ്റ്ററാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മട്ടനും പിന്നെ പ്രോൺസും പിന്നെ കൊഴുവ പിന്നെ ബീഫ് ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ചാച്ചനാണെന്നുണ്ടെങ്കിൽ എന്നെ ഓടിക്കും. ഷുഗർ കട്ടേ എന്ന് കുറേ നാളായി പറയണ്, എപ്പോഴെങ്കിലും കട്ട് ചെയ്യണം. ഈ പഞ്ചസാര വാങ്ങുന്നത് മുഴുവൻ എവിടെ പോകണമെന്ന് യാതൊരു പിടുത്തവും കിട്ടണില്ല. എന്തായാലും ആരും വെറുതെ കോരി തിന്നണില്ല, ഈ ചായ വെച്ച് തന്നെയാണ് തീർന്നത്. ഇത്തവണ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിവയുടെ കവർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ കവർ വാങ്ങണതിന് കൊടുക്കണമല്ലോ. ഒരു ദിറംസ് എങ്ങാണ്ടെന്ന് തോന്നണുണ്ട്, അറിയില്ല. വെറുതെന്തിനാ കാശ് കളയണമെന്ന് വിചാരിച്ചിട്ട് വലിയ വിവയുടെ കവർ ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് അതിലേക്ക് കയറ്റി അങ്ങ് ഇട്ടാൽ മതിയല്ലോ. പിന്നെ അരി ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഈ ഓഫർ ഇനി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ചാക്ക് വാങ്ങിച്ചു കേട്ടോ. ഇത്തവണ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രണ്ടും അനങ്ങിയില്ല കേട്ടോ. രണ്ടും അവിടെ ആ ഒരു ജ്യൂസ് ബോട്ടിൽ പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നേ. ഈ ചോക്ലേറ്റ് മിൽക്ക് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവന്മാർക്ക് വേറെ ഒന്നും വേണ്ട. ദുഃഖ വെള്ളിയാഴ്ച ഒന്നും പള്ളിയുടെ ആ പരിസരത്ത് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അത് കാരണം ഇത്തവണത്തെ ഈസ്റ്ററിന് ഒരു ഉഷാർ അങ്ങ് കിട്ടുന്നില്ല. എന്നാലും പർച്ചേസിങ്ങിനൊന്നും അങ്ങനെ ഒരു കുറവുമില്ല. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ബില്ലങ്ങ് കിട്ടിയിട്ടോ. 241 ദിറംസായി മൊത്തത്തിൽ. അങ്ങനെ ആ പർച്ചേസിങ്ങും കഴിഞ്ഞ് ബില്ലും കിട്ടി. നമ്മളിതേ നേരെ അടുത്ത പാർക്കിങ്ങിലേക്ക് പോകാൻ പോവാണേ. ട്രോളി ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, രണ്ടും ഒക്കെ തന്നെയായിരുന്നു. ഭാഗ്യത്തിന് ഏതമോൻ ഇന്ന് നടന്നു കേട്ടോ, പാവം. ഡോണുനാണെങ്കിൽ ഉറക്കം വന്നിട്ടാണോന്ന് അറിയാൻ പാടില്ല. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ ഒക്കത്തായിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് മിൽക്കിൻ്റെ ആ ഒരു ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നേരമെങ്കിലും അവൻ താഴെ ഇറങ്ങിയത് കേട്ടോ. പിന്നെ രണ്ടുപേര് സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പുതിയ സ്പൈഡർമാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അലിസ്റ്റർ ബ്രോ വാങ്ങി കൊടുത്തതാണ് ഈസ്റ്ററായിട്ട്. അപ്പോൾ ഈസ്റ്ററിന് പള്ളിയിൽ പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അതിനുള്ള സമയമൊന്നും അവർക്കില്ല. കിട്ടിയ പാടെ തന്നെ അവന്മാരിട്ടു കേട്ടോ. ഞാൻ സ്പൈഡർമാനാണ്, എനിക്കെല്ലാം പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഏതപ്പൻ ആ ട്രോളിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് പൊക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല രസത്തിൽ അങ്ങ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതമോൻ പാവം, ഏതമോനാണ് പപ്പനെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ എന്നൊക്കെ ഞാൻ അങ്ങ് തള്ളി വിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡോണുവിനെ ഒന്ന് വണ്ടി കയറ്റുന്ന സമയത്ത് ഡോണുവിൻ്റെ കാല് കൊണ്ടിട്ട് ചാച്ചൻ്റെ ഷൂ അങ്ങ് ചെളി പറ്റിപ്പോയി. പുതിയ ഷൂ ആണേ, അതിൻ്റെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ വേറെ ഒന്നിനും പോയില്ല കേട്ടോ. കാരണം നന്നായിട്ട് അങ്ങ് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മളിതേ റൂമിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ പപ്പേനെ ഒന്ന് കവർ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ അനിയനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡോണുവിൻ്റെ പാൻറ് ഊരിപ്പോണുണ്ട്. അതുകൊണ്ട് തന്നെ ഡോണുവിന് നടക്കാനും ഓടാനും പോലും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് ദേ ലിഫ്റ്റിൻ്റെ അവിടം വരെ എത്തി. ഇവരെ മേയിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണേ. അങ്ങനെ ഈസ്റ്ററിന്റെ പർച്ചേസിങ് കഴിഞ്ഞു. ഈ മാസം തന്നെ താഴത്തെ ഏറെക്കുറെ മുറ്റ പോലെ ഉണ്ട്. ഇന്ന് മാത്രം അത്രയായി. നമ്മള് കഴിഞ്ഞ മാസം മുതല് ഒന്ന് ബഡ്ജറ്റ് പിടിച്ചു വരായിരുന്നേ, ചെലവ് ചുരുക്കാൻ വേണ്ടിട്ട്. ഈ മാസം തന്നെ കൂടി കാണുള്ളൂ. കഴിഞ്ഞ മാസത്തെ നോക്കിയിട്ടില്ല. ഈ മാസം 4ാം തീയതി ആയപ്പോഴേക്കും ഇപ്പൊ 240 പോയി. വലിയ ഈസ്റ്ററല്ലേ. പക്ഷെ ആവശ്യമില്ലാത്ത ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല, അതാണ് വേറെ കാര്യം. ഇത് പിള്ളേർ അതിന് ഞാൻ പൂച്ചയ്ക്ക് കുറച്ച് മീൻകറി വെച്ച മുട്ടയൊക്കെ ഞാൻ കുറച്ചു. ഒരാഴ്ച 2 ട്രൈ മുട്ട നടന്നു. ഇപ്പൊ ഒരു ട്രൈ ഒതുക്കി. മഞ്ഞപ്പൊടി റവ. നമ്മൾ ഈസ്റ്ററിന് നമ്മളെന്തൊക്കെ മേടിച്ചാന്ന് വെച്ചല്ലേ, കാലൊക്കെ ഒന്നിക്കല്ലേ ഗൈസ്. ഇത് ബീഫ് ഈസ്റ്ററിന്റെ. ഓക്കെ, പിന്നെന്ത് എന്താ കൊഴുവ, ഇത് ചെമ്മീൻ ഫ്രൈ വറക്കാൻ വേണ്ടി മേടിച്ച റോസ്റ്റ് സാമ്പാർ. പിന്നെ കൊഴുവല്ലേ വാങ്ങിണ്ടായിരുന്നു. കൊഴുവ വറക്കാൻ മേടിച്ച പിള്ളേർക്കാണ് നമ്മള് കഴിക്കാറില്ല, അവർക്ക് വറുത്ത് കഴിക്കാൻ വേണ്ടി മാത്രം മേടിച്ചു. പിന്നെ അത് മട്ടൻ. താറാവില്ലായിരുന്നല്ലേ? താറാവില്ല താഴത്തെ ഈസ്റ്ററാണ്. പിന്നെ വൈകുന്നേരം ഞാൻ കരാമയ്ക്ക് പോയിട്ട് പോർക്കും കൂടി മേടിക്കും. അപ്പൊ ഈസ്റ്ററിന്റെ പ്രത്യേകത തീർന്നു. ഇനി അത് പോർക്ക് മാത്രം മേടിക്കാൻ പറ്റും. പിന്നെ കുറച്ച് മീൻകറി മേടിച്ചിട്ടുണ്ടായി. പിന്നെ പിന്നെ ഇവിടെ അച്ചാറ് പൊടി, പിന്നെ അതേ പഞ്ചസാര. അങ്ങനെ ഈസ്റ്ററിന്റെ പർച്ചേസ് കഴിഞ്ഞു. ഇനി ഈ മാസം പിടിച്ചങ്ങോട്ട് പോണം. കഴിഞ്ഞ മാസത്തെ നോക്കിയിട്ടില്ല. അപ്പൊ നമ്മള് കഴിഞ്ഞ മാസം കണക്കൊന്നും നോക്കി വെച്ചിട്ടുണ്ടേ, പക്ഷെ അത് കൂട്ടിയിട്ടില്ല. കാരണം നമ്മള് ഒക്ടോബർ വന്നവരോട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസത്തിൽ ആവശ്യമാണ്. ഡെയിലി മിക്കപ്പോഴും പുറത്തുനിന്ന് തീറ്റയും കൂടിയും ഒക്കെ ആയിട്ട് കണക്ക് നോക്കി ഇപ്പൊ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ വിചാരിച്ചു മാർച്ചിലൊന്ന് എക്സ്പെൻസ് നോക്കാം. അങ്ങനെ മാർച്ച് എക്സ്പെൻസ് പിടിച്ചു മൊത്തത്തില്. എന്നിട്ട് അതിന്റെ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നോക്കണം എത്രയാണ് വേണ്ടത്. കാരണം കുറെ തരം വീഡിയോയില് മാസം 300 dirhamsനൊക്കെ എക്സ്പെൻസ്. ഞാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരാഴ്ചയുണ്ട് 400 dirhams എക്സ്പെൻസ്. അവരെങ്ങനെ ഒരു മാസം 300 dirhams എക്സ്പെൻസ് ആക്കിയത് എനിക്ക് മനസ്സിലാവുള്ള. അപ്പൊ അത് കാരണമാണ് മാർച്ചിലെ എല്ലാത്തിനും ബില്ലെടുത്ത് വെച്ചാണ്. എന്നിട്ട് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് വേണം കുറെ മക്കളെ നാട്ടിലേക്ക്. ഞാൻ പോവില്ല, നോ വേ, ഇല്ല മോനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈസ്റ്റർ എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്നുള്ള വ്ലോഗ് വേറെ വരും. Bye bye.